ഹലോ. അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റിച്ചിങ്ങില് നമുക്ക് കസ്റ്റമർ നമ്മുടെ കയ്യിൽ ഒരു ക്ലോത്ത് കൊണ്ട് തന്നാല് ആ ക്ലോത്ത് ഡ്രസ്സാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഓരോ ഘട്ടങ്ങളും ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്നിട്ട് അവരൊരു ക്ലോത്ത് തന്നിട്ട് ആ ക്ലോത്ത് ഒരു ഡ്രസ്സാക്കി അവരുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് വരെ ഇത്രയും കാണുന്ന സ്റ്റെപ്പുകളിലൂടെയാട്ടോ നമ്മളത് ചെയ്യുന്നത്. ഇത് ഒരു ബൊട്ടിക് ലെവലിലുള്ള രീതിയാണ് കാണിക്കുന്നത്. സാധാരണ സ്റ്റിച്ചിങ്ങും അല്ല, എന്നാൽ വലിയ വലിയ ഫാഷൻ ഡിസൈനർമാർ ചെയ്യുന്ന രീതിയുമല്ല. ഓക്കെ, ഇത് ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് രീതിയാണ്. ബൊട്ടിക്കിലൊക്കെ ചെയ്യുന്ന രീതിക്കാണ് ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മളിപ്പോ ഈ ഓരോ ഘട്ടങ്ങളെ കുറിച്ചും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ ഈ ഓരോ ഘട്ടങ്ങളും എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഏതൊക്കെ സ്റ്റെപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ എല്ലാവരിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലയന്റ് കൺസൾട്ടേഷൻ ആൻഡ് ഡിസൈൻ ഡെവലപ്മെന്റ്. ഈ സ്റ്റെപ്പില് ഇവിടെ നമ്മുടെ കയ്യിലേക്ക് കസ്റ്റമർ ഒരു ക്ലോത്ത് കൊണ്ടുതരികയാണ്. അപ്പൊ അവര് പറയും, ഇന്ന മോഡൽ ഡ്രസ്സ് വേണം, അതിന്റെ സ്ലീവ് ഇങ്ങനെ വേണം, അതിന് പോക്കറ്റ് വേണം. അങ്ങനെ ആ ഒരു മോഡൽ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് വരുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരു കസ്റ്റമർ ഒരു ക്ലോത്ത് കൊണ്ടുതരികയാണ്. അപ്പോ ആ ക്ലോത്ത് കൊണ്ട് തരുമ്പോ അവർക്ക് വേണ്ട മോഡൽ ഏതാണ്, ആ മോഡലിന് അനുയോജ്യമായ ക്ലോത്ത് ഏതാണ്, അതിന് എക്സ്ട്രാ എന്തൊക്കെ ആഡ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സ്റ്റെപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മനസ്സിലായോ? രണ്ടാമത്തെ സ്റ്റെപ്പ് ടേക്കിംഗ് ബോഡി മെഷർമെന്റ്. ആ കസ്റ്റമറുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന രീതി. മൂന്നാമതാണ് ഫാബ്രിക് ആൻഡ് ട്രിം സോഴ്സിങ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു അരി വർക്കോ അല്ലെങ്കിൽ ഹാൻഡ് വർക്കോ ഒക്കെ ചെയ്തിട്ട് ബൊട്ടിക്കിൽ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. അപ്പൊ നമ്മള് ഇതിന് ഫാബ്രിക്കിനൊപ്പം എന്ത് വാങ്ങണം? ഈ അരി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ബീഡ്സ്, സീക്വൻസ്, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് ട്രിംസ്. ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. പിന്നെ നാലാമത്തെ ഘട്ടത്തില് പാറ്റേൺ മേക്കിംഗ് ആണ് വരുന്നത്. പാറ്റേൺ മേക്കിംഗ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കസ്റ്റമറുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തില്ലേ, ആ എടുത്ത അളവ് വെച്ചിട്ട് നമ്മൾ നേരിട്ട് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ഒരു പാറ്റേൺ പേപ്പറിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പാറ്റേൺ മേക്കിംഗ്. ഇത് നമ്മൾ അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ആ അളവ് വെച്ച് ഉണ്ടാക്കിയ പാറ്റേൺ വെച്ചിട്ട് ക്ലോത്തിൽ നമ്മൾ ആ പാറ്റേൺ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് പാറ്റേൺ ലേഔട്ട്, അഞ്ചാമത്തെ സ്റ്റെപ്പ്. അത് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? കട്ട് ചെയ്യരുത്. അതിന്റെ മുന്നേ തന്നെ ഡിസൈൻ ട്രേസിങ്. നമ്മൾ ആരി വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസൈൻ കൂടെ നമ്മൾ ഇതിലേക്ക് വരച്ചു കൊടുക്കണം. ഇനി ട്രേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ ഒരു ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പ് സർഫേസ് ഓർണമെന്റേഷൻ ഓർ എംബളിഷ്മെന്റ്. ഇതിൽ വരുന്നത് നമ്മൾ സർഫേസ് ഓർണമെന്റേഷൻ എന്നാൽ എന്താണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡ്രസ്സിന് അലങ്കാരത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എല്ലാ വർക്കുകളെയും ചേർത്തിട്ടാണ് സർഫേസ് ഓർണമെന്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ. അതിലിപ്പോ ഹാരി വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി, പെയിന്റിങ്, അങ്ങനെ ഒരുപാട് വർക്കുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോ ഏത് വർക്കിനുള്ളതാണോ നമ്മൾ ഈ ഡിസൈൻ കൊടുത്തത് അതിൽ ആ വർക്ക് ചെയ്യുക. അതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഫാബ്രിക് കട്ട് ചെയ്യണം. ഫാബ്രിക് കട്ട്. എട്ടാമത്തെ സ്റ്റെപ്പില് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ ഓർ അസംബ്ലി. ആ സ്റ്റെപ്പില് നമ്മൾ കട്ട് ചെയ്ത ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ വന്നിട്ട് അത് ഇട്ട് നോക്കും. ഫിറ്റിംഗ്, ട്രയൽ ആൻഡ് ആൾട്രേഷൻ. അവരിട്ട് നോക്കിയിട്ട് അവർക്ക് ഓക്കെ ആണോ നോക്കും. ഇനി ടൈറ്റ് ആക്കാനുണ്ടെങ്കിൽ ടൈറ്റ് ആക്കുക, ലൂസ് ആക്കാനുണ്ടെങ്കിൽ ലൂസ് ആക്കുക. അങ്ങനത്തെ ഓൾട്രേഷൻ വർക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ചെയ്യുന്ന പണികൾക്കാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഒമ്പതാമത്തെ സ്റ്റെപ്പ്. ഇനി പത്താമത് വരുമ്പോ ഫിനിഷിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ സ്റ്റിച്ച് ചെയ്തു, കസ്റ്റമറൊക്കെ ഇട്ട് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷം അതിലിപ്പോ സ്റ്റിച്ച് കയറി പോയിട്ടുണ്ടോ, നൂല് അധികമായിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് അതിന്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്താം. അവസാനമായിട്ട് ഫൈനൽ പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ്. ഇതിൽ നമ്മൾ ചെയ്ത ഡ്രസ്സ് അയണിംഗ് ഒക്കെ ചെയ്ത് നീറ്റാക്കി പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൈമാറുന്നു. അപ്പൊ നമ്മൾ കാണുന്ന ഒരു ഡ്രസ്സിന്റെ പിന്നിൽ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഡിസൈനർ കടന്നു പോകുന്നത്.
ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മള് ഈ ഓരോ കാര്യങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ അത് പഠിക്കുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് ടൂളുകള്, പാറ്റേൺ മേക്കിംഗ് ടൂളുകള്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ബേസിക് ആയിട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ. അതൊക്കെ പഠിച്ചതിന് ശേഷം ഈ ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ. പിന്നെ ഞാൻ പറയുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ തന്നെ തുടർന്നാൽ മതിയോ എന്നൊക്കെ എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം.